തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യ ലാപ്പ് പിന്നിടുമ്പോൾ LDF ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന LDF നേതാക്കളും ഒക്കെ പ്രചാരണ രംഗത്ത് സജീവമായതോടെ പ്രവർത്തകരിലും ആ ആവേശം ഇരട്ടിയായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് UDFും NDAയും. നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നൃപൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് നൃപൻ, എങ്ങനെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം സ്ഥാനാർത്ഥികളൊക്കെ വലിയ ആവേശത്തിലാണ് അല്ലേ നൃപൻ? ഭദ്ര, അങ്ങനെ തന്നെ പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ചൂടിലേക്ക് മാറുന്ന ആഴ്ചകൾ ഇനിയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മൂന്ന് പാർട്ടികളെ സംബന്ധിച്ച് ഏകദേശം രൂപമായി. LDF സംബന്ധിച്ചിടത്തോളം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ പഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ഒപ്പം തന്നെ വാർഡ് തലത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഭാഗികമായി, BJPയിലും ഭാഗികമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. ചുരുക്കം സീറ്റുകൾ, ഏകദേശം 10-15% വരുന്ന സീറ്റുകളാണ് ആ മുന്നണികൾക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ബാക്കിയുള്ളത്. നോമിനേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം തലസ്ഥാന നഗരസഭയിലും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമുണ്ട്. ഒപ്പം തന്നെ ബൂത്തടിസ്ഥാനത്തുള്ള കൺവെൻഷനുകൾ, പഞ്ചായത്ത് അടിസ്ഥാനത്തുള്ള കൺവെൻഷനുകൾ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പൊതുയോഗങ്ങൾ അടക്കമുള്ള പരിപാടികൾ ആരംഭിച്ചു. LDF ബൂത്തടിസ്ഥാനത്തിലെ കൺവെൻഷനുകൾ 2-3 ദിവസത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. ഇപ്പോൾ തലസ്ഥാന നഗരസഭയിലടക്കം വിവിധ കൺവെൻഷനുകൾ തുടർച്ചയായി ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തലസ്ഥാന നഗരസഭയുടെ ഏകീകൃതമായിട്ടുള്ള ഒന്നിച്ചുള്ള പുത്തരിക്കണ്ടം മൈതാനിൽ നടന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്ത കൺവെൻഷൻ. ആ കൺവെൻഷൻ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. വളരെ ആവേശമായിരുന്നു പുത്തരിക്കണ്ടത്ത് അത് ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ തലസ്ഥാന നഗരത്തിലെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം LDF ഉയർത്തുന്ന വികസന തുടർച്ച, ഒപ്പം തന്നെ LDFിൻ്റെ ശക്തമായ സ്ഥാനാർത്ഥി നിര, എല്ലാ തരത്തിലുമുള്ള വിവിധ മേഖലകളിലുള്ളവർ, പ്രൊഫഷണൽസുകളുണ്ട്, അഭിഭാഷകരുണ്ട്, IT മേഖലയിലുള്ളവരുണ്ട്, അധ്യാപകരുണ്ട്, ഒപ്പം തന്നെ പാർട്ടിയുടെ വിവിധ മേഖലകളിലൂടെ വളർന്നു വന്ന ഒരു നിര നേതാക്കളാണ് തലസ്ഥാന നഗരസഭയിൽ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് ഡിവിഷനുകളിലും ഒക്കെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള പരിചയസമ്പന്നരായിരുന്ന നേതാക്കൾ മുതൽ ഏറ്റവും പുതുതലമുറയിലെ നേതാക്കളടക്കമുള്ള ഒരു വലിയ നിര സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവേശം സംസ്ഥാനത്ത് വ്യാപകമായി LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന ലക്ഷ്യങ്ങൾ അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കിയത്. വികസന കാര്യങ്ങളിലും ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ സ്വയം പര്യാപ്തമായ നിരവധി മോഡലുകളുണ്ട്. രാജ്യം തന്നെ സ്വീകരിച്ച, ലോകത്ത് തന്നെ വലിയ ആദരവ് പിടിച്ചു പറ്റിയ നിരവധി മോഡലുകൾ. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഇനിയും LDF തദ്ദേശ സ്ഥാപനങ്ങളിൽ മുൻകൈ നേടുകയും LDF സർക്കാർ തുടർന്ന് ഭരിക്കുകയും ചെയ്താൽ കേരളത്തിൽ ഇപ്പോഴുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി വേഗത വർദ്ധിക്കും എന്ന കാര്യത്തിലുള്ള ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കേരളത്തിൽ സവിശേഷമായ സാഹചര്യമുണ്ട്. അതായത് കേരളത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ചയുണ്ടാകുന്നു. ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം അധികം ഫണ്ട് ലഭിക്കുന്നു. പുതിയ മാതൃകകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്നു. വികസന കാര്യത്തിൽ അടിസ്ഥാന വികസനങ്ങളിൽ ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ മുൻകൈ ഉണ്ടാകുന്നു. പാലിയേറ്റീവ് കെയർ പോലെയുള്ള, വൃദ്ധസദനങ്ങൾ പോലെയുള്ള, ഈ പറഞ്ഞ ഷീ ലോഡ്ജുകൾ അടക്കമുള്ള പല മോഡലുകളും കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. അത്തരം പ്രത്യേകതകളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണം എന്നതാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വലിയ മാനമുണ്ട്. കാരണം ഒരു ഭരണ തുടർച്ചയുടെ ഭാഗമായി 2 ടേം ഒരു സർക്കാർ ഭരിക്കുന്നു. LDF ആണ് കേരളം ഭരിക്കുന്നത്. അതിനുശേഷം നടക്കുന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റേതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ 10-10 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിനാണ് ലഭിച്ചത്. ഇതിൻ്റെ അതേ ഫലം തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുന്നതാണ്
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരേ ഒരു കോൺഗ്രസ് MLA മാത്രമാണ് വിജയിച്ചത്. അത് കോവളം നിയോജക മണ്ഡലത്തിലാണ്. ബാക്കി 13 നിയമസഭാ സീറ്റുകളിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതുപോലെ 14 ജില്ലകളിലും സമാനമായ ബ്ലോക്കുകളുടെ കണക്കിലെടുത്താൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കിലെടുത്താൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പഞ്ചായത്തുകളുടെ കണക്കിലെടുത്താലും, മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെ കണക്കെടുത്താലും ഇതേ ചിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ LDFും UDFും BJPയും ഇതിൻ്റെ രാഷ്ട്രീയം ഏറ്റവും പ്രധാനമായി കാണുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള തദ്ദേശ പോരിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറുന്നു. ഇനി വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ അദ്ദേഹം നേരിട്ടിറങ്ങി കഴിഞ്ഞ ദിവസത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റ് ജില്ലകളിലെ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ തന്നെ ആദരണീയനായ മുഖ്യമന്ത്രി ഇനി വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഒപ്പം തന്നെ സംസ്ഥാനത്തെ LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം LDF ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. മറ്റൊരു മറുഭാഗം പരിശോധിക്കുകയാണെങ്കിൽ UDFിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം തലസ്ഥാന നഗരിയിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ അവർ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത്. വിവിധ നഗരസഭയുടെ വാർഡുകളിലൊക്കെ തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി നോമിനേഷനുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുമ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ റിബൽ സ്ഥാനാർത്ഥികളായി എത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ചിത്രം അങ്ങനെയാണ്. ഒപ്പം തന്നെ BJPക്കുള്ളിൽ ഉള്ള ആഭ്യന്തര കലങ്ങൾ വളരെ വലുതാണ്. കാരണം ഈ തുടരെ ഉണ്ടാകുന്ന ആത്മഹത്യകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനം ആനന്ദിൻ്റെ തൃക്കണ്ണാപുരത്തെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആനന്ദിൻ്റെ മരണമാണ്. ഒപ്പം തന്നെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലെ ബാധ്യത BJP നേതാക്കൾ കൈവിട്ടതിനെ തുടർന്ന് തിരുമല അനിലിൻ്റെ ആത്മഹത്യ തുടങ്ങി സംസ്ഥാനത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആത്മഹത്യകളിൽ വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ BDJS നേരത്തെ ഉയർത്തിയ പ്രതിഷേധം, മുന്നണിക്കുള്ളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സമാനമായ പ്രതിഷേധമുണ്ട്. BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വം വന്ന ശേഷം 2 തട്ടിലാണ് BJP സംസ്ഥാന ഘടകം. മുമ്പ് K. സുരേന്ദ്രൻ്റെയും ഒപ്പം തന്നെ V. മുരളീധരൻ്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന BJPയുടെ മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പൂർണ്ണമായി അതൃപ്തരാണ്. അതൊക്കെ തന്നെ ഈ ആത്മഹത്യകളിലും മരണങ്ങളിലുമൊക്കെ തുടർ പ്രതികരണങ്ങളിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ പലതരത്തിലുള്ള വിധിയെഴുത്ത് സംബന്ധിച്ച് എങ്ങനെയായിരിക്കും രാഷ്ട്രീയ ചിത്രം തെളിയുന്നത് എന്ന ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്കാണ് എല്ലാ മുന്നണികളും പോകുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ വാർഡ് കൺവെൻഷൻ, പൊതുയോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പരസ്യ പ്രചരണത്തിൻ്റെ കൂടുതൽ സാധ്യതകളായിരിക്കും മുന്നണികൾ പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രത്യേകതയുള്ളത് സോഷ്യൽ മീഡിയ കൂടുതൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സജീവമാകുന്നു എന്നതാണ്. 2000-ൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ, അന്ന് വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ ഈ സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ചിരുന്നു എങ്കിലും ഇത് കൂടുതൽ AI സാങ്കേതിക വിദ്യ അടക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ AI പ്രൊമോ വീഡിയോകളൊക്കെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പരമാവധി സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഉപയോഗിക്കാൻ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ വ്യത്യസ്തമായൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രീതിക്ക് വന്ന മാറ്റം എന്തുകൊണ്ടും കൗതുകരമായ ഒട്ടനവധി വാർത്തകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് നിന്നും ഉണ്ടാകുക. ഭദ്ര. തീർച്ചയായും നിർഭയൻ അങ്ങനെ തന്നെയാണ്. അതായത് LDF ഒരു പടി മുന്നിൽ നിൽക്കുന്നു എപ്പോഴും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, നിർഭയൻ പറഞ്ഞതുപോലെ തന്നെ UDFും NDAയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പോലും പലയിടത്തും പൂർത്തിയായിട്ടില്ല. LDFിനെ സംബന്ധിച്ചാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക പലയിടത്തും സമർപ്പിച്ചു കഴിഞ്ഞു. ഇതാ പൊതുയോഗങ്ങൾ ഓരോന്നോരോന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ പ്രചാരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം നിർഭൻ പറഞ്ഞതുപോലെ ഇത്തവണത്തെ ട്രെൻഡുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ AI ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ വീഡിയോസും മറ്റും ഇറക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു ട്രെൻഡിലും നിൽക്കുന്നുണ്ട്. അതായത് യുവജനങ്ങളെ പോലും അതിലേക്ക് കൂടുതൽ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രചാരണ പ്രവർത്തികൾ തന്നെയാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനത്ത് ഇങ്ങനെ പ്രചാരണം ശക്തിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ആദിലാപ്പ് പിന്നിടുമ്പോൾ LDF ആണ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ, അതായത് തിരുവനന്തപുരത്ത് കൺവെൻഷന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനുശേഷം ആവേശത്തിലാണ് അണികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും തീപ്പാറും പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറും അത് ചൂട് പിടിക്കും എന്നുള്ളതാണ്. കേരളം ചൂട് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.